നമ്മുടെ അമ്മ സംഘടനയിലെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ സത്യത്തിൽ എനിക്ക് ചിരിയാണോ കരച്ചിലാണോ വരുന്നതെന്ന് അറിയില്ല. അമ്മ സംഘടന എന്ന് പറയുന്നത് AMMA എന്ന ചുരുക്കത്തിൽ അറിയപ്പെടുന്ന ഈ സംഘടന മലയാളത്തിലെ സിനിമാ നടന്മാരുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കിയ ഒന്നാണ് എന്നാണ് സങ്കല്പം. കുറേ പണമൊക്കെ അവരതിനു വേണ്ടി പിരിച്ചു. ആ ഉദാരമനസ്കരായ പല നടന്മാരും കൈ അയച്ച് സംഭാവന കൊടുത്തു. അതുകൂടാതെ ഇവരുടെ ആഭിമുഖ്യത്തിൽ 2020 എന്ന് പറഞ്ഞൊരു സിനിമ പിടിച്ചു. ആ സിനിമ വലിയ വിജയമായി. അങ്ങനെ ഒരുപാട് പൈസ കിട്ടി. പിന്നെ പല സോഴ്സിൽ നിന്ന് ഇവർക്ക് ഇഷ്ടംപോലെ പൈസ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്രസിഡൻറ്റ് സെക്രട്ടറിയൊക്കെ ആവാൻ തിരക്കായി. വളരെ കാലം നമ്മുടെ ഇന്നസെൻ്റ് ചേട്ടനായിരുന്നു പ്രസിഡൻറ്റ്. ഇടവേള ബാബു എന്ന് പറഞ്ഞാൽ സിനിമയിൽ നിന്ന് വളരെ കാലമായി ഇടവേള എടുത്ത് പ്രത്യേകിച്ച് അഭിനയമൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ചേട്ടനായിരുന്നു അതിൻ്റെ സെക്രട്ടറി. രണ്ടുപേരും ഇരിക്കാലക്കുടക്കാരായിരുന്നു എന്നുള്ളതുകൊണ്ട് അവർ തമ്മിൽ വേറെ ഈശാപോശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ പ്രസിഡൻ്റ് ആയിരിക്കുമ്പോഴാണ് ഇന്നസെൻ്റ് ചാലക്കുടിയിൽ മത്സരിച്ച് ജയിച്ചതും പാർലമെൻറ്റ് മെമ്പറായിരുന്നു. അന്ന് അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ അമ്മയുടെ പ്രസിഡൻ്റാണ്, അല്ലാണ്ട് അമ്മയുടെ നായരല്ല എന്നാണ്. ഏതായാലും അമ്മയുടെ നായരായിരുന്നു അമ്മയുടെ മാപ്പിളായിരുന്നു നമുക്കറിയില്ല. പുള്ളി അമ്മയുടെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ ചാലക്കുടി MP ആയിരുന്നു. പിന്നെ പല തമാശകളൊക്കെ പറഞ്ഞ് പുള്ളി കാലേ അഭിനയിക്ക് പിന്നിൽ മറഞ്ഞു. അതിനുശേഷം വേറെ പ്രസിഡൻറ്റ് വന്നു, മൂന്നാമതൊരു പ്രസിഡൻറ്റ് വന്നു. അതിനിടയ്ക്ക് നടിയെ തട്ടിക്കൊണ്ടുപോയ സംഭവമുണ്ടായി. അന്ന് വീരശൂര പരാക്രമികളായ അമ്മക്കാരധികം പേരും, എല്ലാവരുമല്ല, ഏതാണ്ട് 98% പേരും ഈ സിനിമാരെ ദിലീപിൻ്റെ കൂടെയാണ് നിന്നത്. കാരണം ദിലീപിന് ഇവർക്കൊക്കെ പേടിയാണ്, അതുകൊണ്ടാണ്, അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ദിലീപിനെ ആദ്യം പുറത്താക്കുന്നു, പിന്നെ തിരിച്ചെടുക്കുന്നു. അങ്ങനെ പല പല തമാശകളും അരങ്ങേറുന്നു. ഏറ്റവും ഒടുവിൽ അമ്മയുടെ നായക സ്ഥാനത്ത് അമ്മമാരുടെ പ്രതിയായ ശ്വേതാ മേനോൻ വരുന്നു, കുക്കു പരമേശ്വരൻ വരുന്നു, മറ്റ് പല മാന്യമഹിളകളും വരുന്നു. അപ്പോൾ സ്ത്രീ ശാക്തീകരണം ഇതാ നമ്മുടെ അടുത്തെത്തിയെന്ന് വിചാരിച്ച് നമ്മളൊക്കെ സന്തോഷിക്കുന്നു, സമാധാനിക്കുന്നു, തുള്ളിച്ചാടുന്നു. 6-7 മാസത്തിനകത്ത് അത് അടിപിടിയിലും ഈശാപോശയിലും വാക്ക് തർക്കത്തിലും ചെന്ന് അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ സാമുദായികമായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള ആരോപണങ്ങളാണ്. ഒരു ഭാഗത്ത് BJP, ഒരു ഭാഗത്ത് പോപ്പുലർ ഫ്രണ്ട്, ഒരു ഭാഗത്ത് ജമാഅത്തെ ഇസ്ലാമി, ഒരു ഭാഗത്ത് മാർക്സിസ്റ്റ് പാർട്ടി. അങ്ങനെ വഴക്കും വയ്യാവേലിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സബ് കോടതിയിൽ കേസ് കൊടുക്കുന്നു, മുനിസിപ്പൽ കോടതിയിൽ കേസ് കൊടുക്കുന്നു, ഹൈക്കോടതിയിലെ കവിയറ്റ് വലിയുന്നു. എന്തിനു പറയുന്നു, അമ്മയ്ക്ക് പുരുഷന്മാരായ പ്രസിഡന്റുമാർ ഉണ്ടായിരുന്ന കാലത്ത്, ഇന്നസെൻ്റ് പറഞ്ഞിട്ട് അമ്മയുടെ പ്രസിഡൻ്റായിരുന്ന കാലത്ത് ഇങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അമ്മയുടെ നായക സ്ഥാനത്ത് സ്ത്രീകൾ വന്നപ്പോൾ ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞ് ഇത് കാണുമ്പോൾ എനിക്ക് ചിരിക്കണോ കരയണോ എന്ന് തോന്നിയെന്ന് വെച്ചാൽ തിലകൻ ചേട്ടൻ്റെ കാര്യം ആലോചിച്ചിട്ടുണ്ട്. മലയാളത്തിലെ മഹാനടനായിരുന്ന തിലകനെ പുകച്ച് പുറത്താക്കിയത് ഈ അമ്മ സംഘടനയിലുള്ള ചില അലവലാദികൾ ചേർന്നിട്ടാണ്. തിലകന് തൃശ്ശൂർ ജില്ലയിലെ പെരിഞ്ഞറത്ത് ഒരു സ്വീകരണം കൊടുത്തു, യുവകലാ സാഹിത്യക്കാർ. അന്ന് ആ പരിപാടി ഞാനാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, തിലകനെ മലയാള സിനിമയിൽ നിന്ന് പുറത്താക്കിയ എന്നുള്ളതായിരിക്കും, ആ രീതിയിലായിരിക്കും ഇടവേള ബാബു അറിയപ്പെടുക. ഏതുപോലെയെന്ന് വെച്ചാൽ സോക്രട്ടീസിന് വിഷം കൊടുത്തു വരണം എന്ന് വാദിച്ചത് ബെലിറ്റസ് എന്ന് പറഞ്ഞൊരു വിദ്വാനായിരുന്നു. ബെലിറ്റസിനെ ഇപ്പോൾ ലോകം ഓർക്കുന്നത് സോക്രട്ടീസിന് മരണശിക്ഷ കൊടുക്കണം എന്ന് വാദിച്ച ആളായതുകൊണ്ടാണ്. അതുപോലെ ആയിരിക്കും തിലകനെ ആളുകൾ ഓർമ്മിക്കും, ഇടവേള ബാബുവിനെ ഓർമ്മിക്കും. കാരണം ഇടവേള ബാബു ഏതാണ്ട് ബെലിറ്റസിൻ്റെ റോളിലും തിലകൻ സോക്രട്ടീസിൻ്റെ റോളിലും ആയിരിക്കും എന്നുള്ളതുകൊണ്ട് ആ തിലകൻ ചേട്ടൻ്റെ കണ്ണീര്, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നൊന്ന് പുറത്ത് വന്ന ശാപവാക്കുകൾ, അതുപോലെ പാവപ്പെട്ട മാള അരവിന്ദ്, ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ കടന്നുപോയ ക്യാപ്റ്റൻ രാജു, ഇവരുടെയൊക്കെ കണ്ണീരും ശാപവുമാണ് ഈ അമ്മ സംഘടനയെ ഗ്രസിച്ചിട്ടുള്ളത് എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയുമില്ല, പേടിയുമില്ല. രാഷ്ട്രീയ നേതാക്കന്മാരെ പേടിക്കാത്ത ഞാൻ ഇനി സിനിമാറന്മാരെ പേടിക്കേണ്ട ആവശ്യമുള്ളൂ, ഞാൻ പേടിക്കുകയില്ല. അപ്പോൾ ഈ അമ്മ സംഘടന എന്ന് പറയുന്നത് സത്യത്തിൽ മലയാള സിനിമയ്ക്കും കലാലോകത്തിനും തന്നെ ഒരു അപമാനമാണ്. ആ സംഘടന ഏറ്റവും പെട്ടെന്ന് പിരിച്ചുവിടുകയും ഇതിൻ്റെ ഭാരവാഹികൾ കേരളത്തിലെ സമൂഹ മനസാക്ഷിയോട് മാപ്പ് പറയുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവരാരും ഇത് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള വേറൊരു കാര്യമാണ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ തിലകനെ ഓർക്കുന്നു, അതുപോലെ തന്നെ ക്യാപ്റ്റൻ രാജുവിനെയും മാള അരവിന്ദനെയും ഓർക്കുന്നു. ഈ അമ്മ സംഘടന ഇങ്ങനെ ചീഞ്ഞ് നാറി ആളുകൾ ഇതിനെപ്പറ്റി കേൾക്കുമ്പോൾ കാർക്കിച്ചു തുപ്പുന്ന അവസരക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ജയ് ഹിന്ദ്.